ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചിട്ടോ. അത് ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ ജെസ്സിൻ്റെ വീട്ടിൽ പോകട്ടെ. ജെസ്സി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു നെയ്ബറായിരുന്നു. നെയ്ബറിൻ്റെ അപ്പുറം നമുക്കൊരു താത്താനെ പോലെ തന്നെ കേട്ടോ. അങ്ങനെ ഒരു പുതിയ വീടൊക്കെ വെച്ച് മാറിയിട്ട് ഒരുപാട് നാളായി. നമ്മൾ 3 പേരും, അതായത് ഞാനും താത്തയും അനിയത്തിയും ഒരുമിച്ച് നിൽക്കാൻ വരുമ്പോൾ അവിടെ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സ്റ്റേയിൽ ഇപ്പോഴും നടക്കില്ല. നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ട്. അപ്പോൾ ഇന്ന് ഒരു 10 മണി 10:30 ആകുമ്പോൾ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എണീക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ 8 മണിയൊക്കെ ആയിട്ട് എണീച്ചപ്പോൾ ഓൾറെഡി നമ്മൾ അടിച്ചു വാരി തുടക്കലൊക്കെ ഇന്നലെ രാത്രി കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് രാവിലെ നേരെ വൈകിട്ട് രാവിലെ 10 മണിയാകുമ്പോഴത്തേനും ഇറങ്ങലുണ്ടാവില്ല. അപ്പോൾ ഇന്ന് കുറച്ച് അലക്കാനുണ്ട്, കുറച്ച് അധികം അലക്കാനുണ്ട്. അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അനിയത്തി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്കുള്ള. അപ്പോൾ അതും ചട്നിയാണ്. അപ്പോൾ പെട്ടെന്നായല്ലോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. ഇതൊരു ലോങ് വീഡിയോ ആവോ ഷോർട്ട് വീഡിയോ ആവുമോ എന്ന് അറിയില്ല. പക്ഷേ ഞാനൊരു ലോങ് ഫോർമാറ്റിലാണ് എടുക്കുന്നത്. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര ഉണ്ടാവും അറിയില്ല. എന്തായാലും കീപ്പ് വാച്ചിങ്. അപ്പോൾ ഞാൻ എണീച്ച പാടെ ഇരിക്കണം. ഇപ്പോൾ സമയം 8:07 കേട്ടോ. ഞാൻ നേരെ പോയിട്ട് ബ്രഷ് ചെയ്യട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ സമയം. എല്ലാവരോടും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ. ഗുഡ് മോർണിംഗ്. പാത്തൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞ. ടാറ്റ എടുത്ത് എല്ലാവർക്കും ഹായ് പറഞ്ഞ. ഇങ്ങനെ ഹായ് വരും, കൈ കൊണ്ട് പറയും. ഒരു അവ്യം കൊടുത്താളാ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അപ്പം ഞാൻ വേഗം പോയിട്ട് സൈന്യ മമ്മന്റെ പൊന്നാലോ ഒരു ഹായ് പറഞ്ഞ. ഒരു ഹായ് കൊടുത്താ, ടാറ്റ കൊടുത്താ. അപ്പം എല്ലാവരും വകയും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പോയി വേഗം ബ്രഷ് ചെയ്തിട്ട്. ഇത് ഞാനും ഉമ്മയും കിടന്ന ബെഡിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പുറത്ത് പറയും വേണ്ടിയില്ല. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്നൊന്ന് വൃത്തിയാക്കട്ടെ. ഇത് ഈ ജലാലിമലൊക്കെ വെച്ചാൽ നമ്മൾ ഇപ്പുറത്ത് തന്നെ റോഡായതുകൊണ്ട് ഈ വണ്ടികളൊക്കെ വരുമ്പോൾ ഭയങ്കര രാത്രി ആയാലും ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ ഞാൻ ഈ പുറത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഉറങ്ങും, അല്ലെങ്കിൽ നമ്മളെ ഉറക്കം ഡിസ്റ്റർബ് ആവും. അപ്പോൾ ഞാൻ ഇത് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. സംഭവം ഞാനൊരു ട്രാൻസാക്ഷൻ റീലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എന്ത് ട്രാൻസാക്ഷൻ ആയാലും ഇതൊക്കെ നമ്മൾ തന്നെ വൃത്തിയാക്കണ്ടേ. ഈ ക്ലീൻ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ലോങ് ആയിട്ട് ഇതിൽ ആഡ് ചെയ്തത്. എനിക്ക് പേഴ്സണലി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടാൽ വലിയ വ്യൂസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അത് ഇടാനുള്ളൊരു മോട്ടിവേഷൻ ഇല്ല കേട്ടോ. പക്ഷേ ചില ആൾക്കാരൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ച് പറയാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ വേണ്ടിയിട്ട്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അങ്ങനെ റൂം ക്ലീനിങ് കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ താത്ത ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുക്കളയിൽ പോയി നോക്കുമ്പോഴാണ് അനിയത്തി ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ദോശ എടുത്തിട്ട് ജെയിനും കൊടുക്കാട്ടോ. ജെയിനിന് ആദ്യം ദോശ മാത്രം കൊടുത്തപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തലേന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സേനുവിന് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാനും പോയി നേരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ദോശയും ചട്നിയും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കൻ കറി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കട്ടിക്ക് ദോശ കൊടുക്കണം കേട്ടോ ഇഷ്ടം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. സേനുവിന് ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഡ്രസ്സ് സേനുവിന് ബർത്ത്ഡേക്ക് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് പോണതിന്റെ മുന്നേ ഈ SIR ഫോം നമുക്ക് കൊണ്ടു കൊടുക്കാനുണ്ട് കേട്ടോ, സൈൻ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും അത് സൈൻ ചെയ്യാണ്. ഉമ്മാക്ക് മാത്രം പ്രാവശ്യം വോട്ടില്ല കേട്ടോ. എന്താണ് സംഭവം എന്നറിയില്ല. അങ്ങനെ ലാസിന് പോയി ഒരു വീഡിയോ എടുത്തപ്പോൾ ഒരു അടിയും കിട്ടി. പിന്നെ സേനുവിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ അപ്പം പോകണം. അതായത് വേറെ ആരും മാറ്റില്ലതൊന്നും എനിക്ക് വിഷയമേ അല്ല. ഫുള്ള് റെഡിയാണോ അപ്പോൾ പുറത്ത് പോകണം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വേഗം ചെരുപ്പിടി എന്ന് പറഞ്ഞിട്ട് സോപ്പിടാണ്. ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അതിനാണ് കേട്ടോ. അങ്ങനെ വേഗം പോയി എനിക്ക് ക്രോക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും റെഡി ആയി കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യം ഇടാൻ ഒരു വൈറ്റ് ഷോക്സ് ഇല്ലാന്ന് പറഞ്ഞത്. അപ്പോൾ ഉമ്മ എന്നോ കാലത്ത് പാത്തുന് വാങ്ങി വെച്ച ഒരു ഷൂസ് ഉണ്ടായിരുന്നു കേട്ടോ, വൈറ്റ്. അത് ഒനിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷർഫിൻ്റെ കൂടെ നമ്മൾ പോയിട്ടുണ്ടായി. ആദ്യം നമ്മൾ ബസ്സിന് പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ SIR ഫോം കൊടുക്കാനുണ്ടായതുകൊണ്ട് നമ്മൾ ആദ്യം ബസ്സിൽ പോയി. പിന്നെ അവിടുന്ന് SIR ഫോം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ വേറെ ബസ് കയറണമല്ലോ വിചാരിച്ചിട്ട് നേരെ ഷർഫിൻ്റെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടാക്കി കുത്തി തിരികെയാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഫോമൊക്കെ കൊടുത്തിട്ട് നേരെ ജെസ്സിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ജെസ്സിൻ്റെ വീട് വന്നിട്ട് മുണ്ടുപറമ്പാണ് കേട്ടോ. ഈ ജെസ്സിന്ന് വിളിക്കണോണ്ട് വലിയ ബഹുമാനക്കുറവ് തോന്നുന്നുണ്ട്. നമ്മൾ പണ്ടേ അങ്ങനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. താത്ത ഒന്നും വിളിച്ച് പരിചയമില്ല. അങ്ങനെ എത്തിയറിഞ്ഞ തന്നെ ഞാൻ വീടെല്ലാം ഭംഗിയായിട്ട് വീടാണ്. അങ്ങനെ എല്ലാവരും കുട്ടികളെല്ലാവരും ഇരുന്നിട്ട് കാർട്ടൂൺ കാണുന്ന തിരക്കിലാണ്. കുട്ടികളൊക്കെ കാർട്ടൂണിന്റെ മുന്നിൽ എത്തിയിട്ട് നമ്മളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. ആ സമയത്ത് ജെസ്സി നമുക്ക് നാരങ്ങ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുടിച്ചതിന് ശേഷം പിന്നെ ഹാളിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈനുവിന് ഈ കാർട്ടൂണിനെക്കാട്ടി ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങളാണ് പുട്ടും കുറ്റി, കുക്കർ, ഇഡ്ലി തട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതുകൊണ്ടാണ് അവൻ കളിക്കല്. അപ്പൊ അതുകൊണ്ട് ജെസ്സി അത് ഓനക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ വീട്ടിൽ വരുമ്പോൾ സൈനു രാത്രി ലേറ്റ് ആയിട്ട് കിടക്കും. പക്ഷെ നേരത്തെ എണീക്കും, ഒരു 6 മണിയാകുമ്പോൾ എണീക്കും. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പാത്തുവിന്റെ മടിയിൽ കിടക്കട്ടെ, ലേസ് വാങ്ങി തരാന്നൊക്കെ പറഞ്ഞപ്പോൾ കിടക്കുന്നോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചേരം ഓളം മടിയിലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സൈനു ഇങ്ങനെ ഓന്റെ കറക്റ്റ് സൈസിൽ ഒരു ഹെൽമെറ്റും തലയിലിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. സൈനിന് ഹെൽമെറ്റ് ഭയങ്കര ഇഷ്ടം. അത് എവിടെ ഹെൽമെറ്റ് കണ്ടാലും എനിക്ക് തലയിൽ വെക്കണം എന്ന് പറയട്ടോ. അങ്ങനെ അത് കുറച്ചു നേരം വെച്ചിങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഊരി തരാന്ന് പറഞ്ഞ് മടിയിലെത്തിയപ്പോൾ ഊരാൻ സമ്മതിക്കണുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ജെസ്സിനെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഓളൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ച് സിറ്റോട്ട് പോയപ്പോൾ ഓരൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കേട്ടോ. അപ്പൊ ഏതോ ഒരു ചുരുക്കാണ് എന്നെ കാണാൻ വേണ്ടി. ഇതൊരു യൂട്യൂബറാണ് ഗൈസ്, നിങ്ങൾക്ക് അറിയോ?
ജെസീഷ വേൾഡ്. ഞാൻ തമാശക്ക് പറഞ്ഞല്ലോ കേട്ടോ, ജെസ്സിക്ക് കാര്യമായിട്ടും ഒരു യൂട്യൂബ് ചാനലുണ്ട്, ജെസീഷ വേൾഡ് എന്നാണ് പേര്. പക്ഷെ ആളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അളിയാക്ക വന്നിട്ടുണ്ടായിരുന്നു 2 കവറേറ്റ്. ഈ അളിയാക്ക എന്ന് പറയുന്നത് ജെസ്സിന്റെ ഹസ്ബൻഡാണ്. ജെസ്സിന്റെ ഹസ്ബൻഡ് നമ്മൾ താത്താന്റെ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ അളിയാക്കാന്ന് വിളിക്കല്. ആ കവറിൽ എന്തെന്ന് വെച്ചാൽ സെയ്നുവിനും ആദിക്കും വേണ്ടിയിട്ടുള്ള ഓരോ ഡ്രസ്സാട്ടോ. ലാജീനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് രണ്ടാളും വന്ന് കണ്ടു. പക്ഷെ അവർക്ക് ആദിനും സെയ്നുവിനും വന്ന് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ഓരോ ഡ്രസ്സ് വാങ്ങിയിട്ട് വന്നത്. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അൽഫാമും എന്തോ ഒരു റൈസ് ചെയ്യുന്നുട്ടോ, മന്തി റൈസ് അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം കുട്ടിപ്പടകളൊക്കെ പോയിട്ട് ഉറക്കിയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ ഓരോ ഉറങ്ങി എണീച്ച് വരുന്ന സമയത്ത് ഇവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ലോക മൂവി കാണുന്നത്. അപ്പോൾ കുറച്ചു നേരം ഞാനും ഓരോ കൂടി ഇരുന്ന് മൂവിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഉപ്പ വന്നത്, ജെസ്സിന്റെ ഉപ്പ. ഉപ്പാനെ ഞങ്ങൾ ഉപ്പാനും ഉമ്മാനും ഉമ്മാന്നിട്ട് വിളിക്കലുള്ളത്. ഉപ്പ വന്നപ്പോൾ കുറേ മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാനൊരു സ്നിക്കേഴ്സും സെയിനും ഒരു 5 സ്റ്റാറും കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സെയിനും സ്നിക്കേഴ്സത്തെ കടല കഴിക്കൂല, അതുകൊണ്ട് ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ ആദ്യമായിട്ടാണ് കുട്ടികളെ കാണുന്നത്, അപ്പോൾ ഓരൊക്കെ എടുത്ത് കൊഞ്ചിക്കണായിരുന്നു കേട്ടോ. പിന്നെ ഈവനിങ്ങിൽ സ്നാക്കിന്റെ ടൈം ആയപ്പോൾ സ്പെഷ്യലായിട്ട് ജെസ്സി മുട്ടപ്പജിയും പഴംപൊരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന്റെ മാവൊക്കെ നമ്മൾ വന്ന സമയത്ത് ഓൾറെഡി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി പണികളാട്ടപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയുന്നു കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയെന്ന്. അങ്ങനെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതിന്റെ സമയത്താണ് നൂന വന്നിട്ട് പറഞ്ഞത് ബാക്കിൽ കുറച്ച് ഗപ്പി ഉണ്ട് എന്നിട്ട്. ഈ നൂന എന്ന് പറയുന്നത് ജെസ്സിന്റെ മോളാട്ട്, ചെറിയ മോള്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉള്ളത്. ആൺകുട്ടി സിയാറത്തിന് എന്തോ പോയിട്ട് ഓൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനും സെയിനും പാത്തു ലാജിയും കൂടി ഗപ്പിനെ പിടിക്കാൻ വിചാരിച്ച് പോയതായിരുന്നു. പക്ഷേ സെയിനുവിന് ഭയങ്കര പേടിട്ടോ ഗപ്പിനെ കണ്ടിട്ട്. പാത്തുവിന് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ഒരു സമയമായപ്പോഴേക്കും മഴ ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ചു നേരം പുറത്തിറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈവനിങ് സ്നാക്ക് കഴിക്കാനുള്ള സമയമായി. അങ്ങനെ എല്ലാവരും ഓരോ സ്ഥലത്ത് ഇരുന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരോ പണിയിൽ ചെയ്തിട്ട് ഓരോരുത്തർ കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയ ഉടനെ ലാജിയും നൂനും ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പച്ച ഷാൾട്ട് അയിക്കൂടി കൂടി നടക്കണില്ല, അതാട്ടോ ജെസ്സിന്റെ ഉമ്മ ജമീലമ്മ. അങ്ങനെ ചായ കഴിഞ്ഞപ്പോൾ ഒരുപാട് പാത്രം കഴുകാണ്ടായിരുന്നു. ജെസ്സി ഇത്രയും പണിയെടുത്ത സ്ഥിതിക്ക് മുത്ത് ആ പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കാൻ പറഞ്ഞിട്ടോ. പിന്നെ എന്റെ താത്താക്ക് നേരെ തിരിച്ച് ഹളിയാക്കാന്റെ വീട്ടിൽ തന്നെ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോണ വഴിയിൽ ഉമ്മാക്കൊന്ന് ബാങ്കിൽ കയറാണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി. ചെയ്തുകൊടുക്കുന്ന സമയത്താണ് ഈ വീഡിയോക്ക് ഒരു അവസാനം ഇല്ലാന്ന് കണ്ടത്. എന്തായാലും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ ഹസ്ബൻഡ് വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജെയിൻ ഇവിടെ കളിച്ചോണ്ടിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.